ഊതി 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 അടുപ്പിന്ന് ഇപ്പൊ പെട്രോൾ വരും, അതുപോലെ കുഴിയായി അടുപ്പിനകത്ത്. നിർത്തിയ കല്ലി തല തന്നെ എണീറ്റ് നിന്ന് കൊത്തും. വിജയമ്മേ, എന്ത് പണി? രാവിലെ എന്തോ ഉണ്ടാക്കുന്നേ? ഞാനേ കുഴലപ്പം ഉണ്ടാക്കുക. കുഴലപ്പോ? എന്തോ ചെയ്യാൻ, ആ ചെറുക്കന് കാലത്ത് അത് മതിയെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഉണ്ടാക്കി കഴിഞ്ഞ് ഇങ്ങനെ നോക്കാം നീ എന്തോ അവിടെ ചെയ്യുന്നതെന്ന്. എടി കൊച്ചെ, നീ ഇന്ന് ടൗണിൽ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്, പക്ഷെ പോയിട്ട് വരാൻ കുറേ താമസിക്കും. എന്നെ അടി നിനക്ക് വല്ല മേടിക്കാനുണ്ടോ? ഓ, മേടിക്കാനൊന്നും അല്ല, എനിക്കിവിടെ സ്വസ്ഥമായിട്ടിരുന്ന് ഇച്ചിരി കുശുമ്പും കുഞ്ഞായ്മയും പറയാന്. ചെവി ഇവിടെ നട്ടു വെച്ചേക്കും ഈ പെണ്ണ്. പോവാന്നെ പറയണേന്ന് പറയായിരുന്നു. ഉണ്ടാക്കി വെച്ചേക്കുവാ. വിജയമ്മ അമ്മ ചന്തപ്പോ ഒരു കണ്ണാടി വാങ്ങിക്കണേ. എന്തോത്തിനാ? ഈ കണ്ണാടി പൊട്ടിയതോ കൊള്ളത്തില്ലെന്ന്. അയ്യോടാ, ഏത് നല്ല കണ്ണാടി മേടിച്ചാലും നിന്റെ മോന്ത ഇല്ലയോ കാണുന്നത്, അങ്ങനെ ഇരിക്കത്തുള്ളത്. ഞാൻ സ്വയം ഉണ്ടാക്കിയതല്ലെന്ന് ഓർത്താണ്. പൗഡർ ഇല്ലയോ ഒന്ന്? ആ, ഞാൻ രാവിലെ ഇട്ട ഒരുങ്ങിയായിട്ട് ഇവിടെ ഇരിക്കുക. എന്ന് വെച്ചാൽ ഞാൻ സീരിയലിലെ നടിയല്ലയോ, അടുക്കള ഒരുങ്ങി ഇരിക്കാന്. ഉണ്ടാക്കിട്ടിരിക്കുക അവിടെ. എന്തോ രാവിലെ ചക്കുക്കുരു ഡിസൈൻ അടിക്കുവാന്ന് ഉണ്ടാക്കി വെക്കുവാ. അപ്പം ഉണ്ടാക്കിയാ? അപ്പം ഉണ്ടാക്കിയായിരുന്നു. നിന്റെ കളഞ്ഞിട്ട് പോയ അപ്പൻ ഉണ്ടാക്കി വെച്ചേക്കുന്നു ഇവിടെ. അപ്പത്തിന് പൊടി പൊക്കണം കേട്ടാ. കഴിക്കരുത് രാവിലെ ഉള്ളതെന്ന്. വേണ്ട, പഴകഞ്ഞിരിക്കുന്നു, വേണം എടുത്ത് തിന്നെ. നീ കളയണ്ട, ഞാനായിട്ട് അങ്ങ് എടുത്ത് അത് വേലിച്ചീര തോരന്, മത്തേല എലിശ്ശേരി. ഇത് താളുകറിയുടെ ചേമ്പ് താളക്കറി നല്ലതാണ് കേട്ടോ. വട്ടത്തിൽ കിടക്കുന്ന കോവയ്ക്ക കിട്ടിയതാ ഇതെല്ലാം. അപ്പുറത്തെ ഇപ്പുറത്തെ പറമ്പിന്നൊക്കെ ഞാൻ എടുത്ത. നാളെ ഇറങ്ങി വിഷമിക്കണ്ട, എന്നെ അവിടെ കൊണ്ട് കെട്ടിയാ മതി, ഞാൻ കടിച്ചു പറിച്ച് നീ അങ്ങനെ നിന്നിക്കരുത് കേട്ടോ. ചക്കക്കുരൊക്കെ തിന്ന എന്തോ പ്രോട്ടീനാന്നറിയാവോ? എനിക്കറിയാം, ചക്കക്കുരു നല്ല പ്രോട്ടീനാന്ന് എനിക്കറിയാം. തിന്നണം അങ്ങോട്ട്. വേണം, നീ എടുത്ത് വെച്ച് തിന്നെ. പിന്നെ എവിടെ എടുത്തോണ്ട് പോവാ? എവിടെ എടുത്തോണ്ട് പോവാ? അവിടെ നിന്ന് തിന്നാനോ? അത് കിടക്കുന്നിടത്തെല്ലാം വൃത്തികേടാക്കാന്. അയ്യോ, എന്ന് പറഞ്ഞാൽ മാർബിൾ ഇട്ട് വെച്ചേക്കൂല്ലേ അവിടെ? ആണോ? മിടുക്കനാണെങ്കിൽ നീ മേടിച്ചിട്ട് മാർബിള്. എനിക്കിതാ അറിയത്തില്ല മാർബിള്. അവിടെ എന്തോ ഇനി പോയിരിക്കും ഈ ചെറുക്കന്. ഇവിടുന്ന് ടി വി കണ്ടോണ്ടിരുന്ന് തിന്നാനാ. അതിന് എവിടെ ഇരിക്കുന്നു ഇവിടെ ടി വി? അപ്പുറത്തെ വീട്ടിലെ ജനലിനകത്തോടെ അവിടുത്തെ ടി വി കാണാം. അത് അമ്മേ, അപ്പുറത്തെ ജലയച്ചരൊക്കെ ടി വിക്കകത്തെ 24 ന്യൂസ് ആന്ന് തോന്നുന്നു. പെണ്ണുങ്ങളൊക്കെ കുടിച്ചിട്ട് അടിപിടിയൊക്കെ കൂടുന്നു. എന്തോ സമരം വന്നു തോന്നുന്നു. നോക്കിയാമേ, നോക്കാമേ. അവിടെ ജനലിനകത്ത് നോക്ക്, പെണ്ണുങ്ങൾ അങ്ങോട്ട് ചാടുന്നുണ്ട്. ഭയങ്കര ഇടറക്കാത്ത സമരമല്ല. അവിടുത്തെ അമ്മൂമ്മയ്ക്ക് വിശന്നിട്ട് വെപ്രാളം കൊണ്ട് അവിടെ ദൂരി ഇതുവഴിയൊക്കെ ഓടുവാൻ. അവര് വീട്ടിൽ തിന്നാൻ കുടിക്കാനും ഓരോന്നൊക്കെ ഉണ്ട്. ഒരു കാര്യം, ഒരു പച്ചമുളക് ഒരു വെളുത്തുള്ളി ഇട്ട് ഇടിച്ച് ചതച്ച് തരാൻ പറ്റും. ഞാനെക്കൊണ്ട് സത്യം പറയാമല്ലോ, ഇവന്റെ കളഞ്ഞിട്ട് പോയ അച്ഛനും ഇതുപോലായിരുന്നു കേട്ടോ. ഈ മുളക് ചൂട്ടിരിക്കുവായിരുന്നു. ഒരു കണക്കിന് പറഞ്ഞാ അങ്ങനെ തന്നെയാടാ. എന്തോ എരിവും പോകുകയുള്ള മനുഷ്യനാന്നറിയാവോ? അമ്മച്ചിയെ, അച്ചാച്ചൻ എന്തിനാ അമ്മച്ചി കളഞ്ഞിട്ട് പോയേ? ഓ, എന്തോ പറയാനാ, നമ്മുടെ ഗതികേടെന്ന് പറ. ഒരു ദിവസം ഇങ്ങനെ പണിക്ക് പോയിട്ട് തിരിച്ചു വന്നടാ. നല്ല മഴ, വൈകുന്നേരം. കൂടെ ഒരു പെണ്ണുണ്ട്. ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു പുതിയ പണിക്കാരിയാ, മൈക്കാടുകാരിയാന്ന് പറഞ്ഞു. രാത്രി കൊണ്ടുവന്നല്ലയോ, നാളെ നേരം എടുത്ത് അങ്ങ് പോവെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച കിടക്കട്ട പാവല്ലയോ. രാവിലെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നിന്റെ തന്തപ്പടി കുളിച്ചൊരുങ്ങി സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുവാ. ഞാൻ ചോദിച്ചാൽ എവിടെ പോവാന്ന്. അപ്പൊ പറയാ പെണ്ണിനെ വണ്ടി കയറ്റാൻ പോവാന്ന്. പെണ്ണിനെ വണ്ടി കയറ്റി കൊന്നിട്ട് അച്ഛൻ ജയിലിൽ പോയാ? എടാ, ആ പെണ്ണിനെ വണ്ടി കയറ്റി വിട്ടിട്ട് തിരിച്ചു വരാന്നും പറഞ്ഞു പോയ പോക്ക. പിന്നീടല്ലയോ അറിയുന്നത് രണ്ടുപേരും ബോംബെയിൽ അങ്ങ് സെറ്റിൽഡ് ആയി. എന്റെ വീട്ടുകാർ പറഞ്ഞു, എടി നീ അങ്ങ് സ്വീകരിക്കാൻ, അവനൊരു അബദ്ധം പറ്റിയത്, അതുകൊണ്ട് നീ അതെല്ലാം മറന്ന് അങ്ങ് സ്വീകരിക്കാന്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, അങ്ങനെ ഞാനായിട്ട് ഉപേക്ഷിച്ച നിന്റെ തന്തപ്പടിയെ. ഇതായിരിക്കണം പെണ്ണ്, ഇതായിരിക്കണം പെണ്ണ്. കൈ കൊടുക്ക, കൈ കൊടുക്ക. ഇതായിരിക്കണം പെണ്ണ്. ഇതിന്റെ ചക്കര വിജയില്ലയോ? കണ്ടോടെ പറയാ പോയാ തന്നെ സ്വീകരിക്കാത്ത നിങ്ങളാണ് യഥാർത്ഥ പെണ്ണ്. അതുകൊണ്ടല്ല, പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അയാൾ എന്നെ ബോംബെ കൊണ്ട് കറക്കിയില്ല. ഇന്നലെ കണ്ട അവളെ ബോംബെ കൊണ്ട് കറക്കിയില്ല. അതാ ഞാൻ പറഞ്ഞത്. അമ്മച്ചി വിഷമിക്കണ്ട, അമ്മച്ചി ഈ ലോകം മുഴുവൻ ഞാൻ കാണിക്കും. എങ്ങനെ കാണിക്കൂടാ? അപ്പുറത്തെ വീട്ടിലെ ചായപ്പിലാണെങ്കിൽ ഒരു പൂപടം ഉണ്ട്, ഞാൻ കൊണ്ട് കാണിക്കാം. പൂപടല്ല, അവിടുത്തെ അപ്പൂപ്പന്റെ വള്ളി നിക്കർ കഴുകിയിട്ടിട്ട് ഉണങ്ങാനിട്ടേക്കുന്നത്. ശ്രീലങ്ക നോക്കിട്ട് കാണാൻ. എന്റെ മണ്ടത്തരവ് വലിയോടാ, എന്റെ മണ്ടത്തരവാ. എന്താ ഈ വീട്ടിൽ ഇങ്ങനെ കിടക്കുന്ന എന്റെ മണ്ടത്തരവാ. മണ്ടത്തരവാട്ടാ ഈ പറഞ്ഞ വീട്ടിൽ കിടക്കുന്നത്. നീ കില്ലിക്കുറിശിന്ന് നീ കേട്ടിട്ടുണ്ടോ? കില്ലിക്കുറിശിന്ന് ഞാൻ കേട്ടിട്ടില്ല, ഞാൻ തെക്കുറിശിന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ കണ്ടുപോന്നാ ഞാൻ പറഞ്ഞത്. എടാ, അതല്ലെന്ന്. ഇത് കില്ലിക്കുറിശി എന്ന് പറഞ്ഞ വലിയൊരു തറവാടാ. ഞങ്ങൾ പഴയ താമസിച്ച വീട്ടിലുണ്ടല്ലോ, അതിന്റെ അപ്പുറത്തുള്ള ഒരു തറവാടായിരുന്നു. എന്റെ അച്ഛനൊക്കെ അവിടെ തേങ്ങ ഇടാനൊക്കെ പോകും. ഞാനും പോവായിരുന്നു വല്ലപ്പോഴും ഒക്കെ തേങ്ങ പറക്കി എടുക്കാനൊക്കെ. രാഘവൻ രാഘവ പ്രഭു എന്താണ്ട് ഒരു വലിയൊരു തറവാടുകാരന്. അയാളുടെ മൂത്ത മോൻ പ്രഭാകര വർമ്മ, അയാൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നടാ.
അയാൾ ഇടയ്ക്കൊന്ന് വീട്ടിൽ വന്ന് സൂചിപ്പിച്ചേ എൻ്റെ അച്ഛൻ എന്നെ ഒന്നേലും കണ്ടിക്കും. അവരുടെ വീട്ടുകാരറിഞ്ഞാൽ ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിടുമെന്നായപ്പം ഞങ്ങൾ അവിടെ വീടും സ്ഥലമൊക്കെ വിട്ടിട്ട് ഇങ്ങനെ പോരുന്നു. അത് മാത്രമല്ല, അയാൾക്കൊരു പണക്കാരി പെണ്ണിനെ കണ്ടപ്പോഴത്തേക്ക് എന്നെ വേണ്ട, എന്നെ അങ്ങ് മറന്നു. ഞാൻ വിടുവോ? ഞാൻ ചെന്ന് എൻ്റെ കല്യാണം വിളിച്ചിട്ട് പറഞ്ഞു, നീ വന്ന് നോക്കടാ, നിന്നെക്കാട്ടി നല്ല തറവാടിത്തമുള്ള പണമുള്ള പണക്കാരനെ ഞാൻ കെട്ടി, നീ എൻ്റെ ബംഗ്ലാവ് ഒരു ദിവസം വന്ന് കാണണമെന്ന്. അങ്ങനെ ചെന്ന് വിളിച്ചിട്ട് വന്നതാ ഈ ഞാൻ. വർമ്മ എങ്ങനെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. ഞാൻ വല്ല ഷവർമ്മ നിന്നോണ്ടിരുന്നേനായിരുന്നു. എൻ്റെ അടുത്തിരുന്നാലേ എൻ്റെ ജോലി ഒന്നും കിട്ടില്ല. അവിടെ നിന്ന് തിന്ന ആര് തിന്ന അങ്ങോട്ട് എന്തോ അതിനെ നോക്കിക്കൊണ്ടിരിക്കുവേ. ഹലോ, അതെ, പ്രഭാകര വർമ്മയാണ്. ഇല്ലേ, നാളെ വൈകിട്ട് ബംഗ്ലാവിലോട്ട് വന്നാൽ മതി, ഞാനിവിടെ കാണും. മോനെ, അങ്കിളിന്റെ വണ്ടിയെ എന്നിട്ട് ആ വാഗമരച്ചോട്ടില്ല പാർക്ക് ചെയ്തേക്കുന്നത്. കുഴപ്പമുണ്ടോ? അത് എന്നോട് ചോദിക്കണ്ട. പിന്നെ അതേ കുറെ കാക്കയുണ്ട്, അതിനോട് ചോദിക്കാം. അതാ കാട്ടിക്കുന്ന സ്ഥലമാണ്. കാക്ക കാട്ടിക്കുന്നു. ഡ്രൈവർ വണ്ടി മാറ്റിയിട്. കണ്ട കാക്കയ്ക്ക് കാട്ടിക്കാനല്ല 25 കോടി മുടക്കി ഞാൻ ആ വണ്ടി ഉണ്ടാക്കിയിട്ടേക്കുന്നത്. ഭയങ്കര ഫെസിലിറ്റി ഉള്ള വണ്ടിയാണിത്. അറ്റാച്ച്ഡ് ബാത്റൂം വരെ അതിനകത്തുണ്ട്. കാക്കയ്ക്ക് പുറത്ത് തൂർത്തന്നെ കുഴപ്പം, ഇയാൾക്ക് അകത്ത് കയറി സാധിക്കുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. അല്ല, ആരാ മനസ്സിലായില്ലായിരുന്നു? അല്ല, നിനക്കെന്നെ അറിയില്ല, അതുകൊണ്ടല്ലേ ചോദിച്ചത് ആരാന്ന്. ഒറ്റയ്ക്കേ ഉള്ളൂ മോൻ. ഒറ്റയ്ക്ക് ഇതിപ്പോ 100 പേരുടെ ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്കില്ല കഴിച്ചപ്പോ. നീ തിന്നാൻ നല്ലത്. അമ്മയില്ലേ? ഇല്ല, ഞാൻ സ്വയം പോവാ. ഉമ്മ അല്ലടാ മോണഞ്ഞവനെ ഇങ്ങനെ കിടക്കുന്നേ, കളിയാക്കുന്ന തമാശ. മോനെ, അങ്കിളിനെ മനസ്സിലായില്ല. അമ്മയെ വിളിച്ചാ മതി, അമ്മയ്ക്കറിയാം. കയ്യോടാത് ഇനി ഇവിടെ തരയില്ല. ചെറുക്കനെങ്കിൽ നേരം വെളുത്ത എനിക്ക് ഒരു സൗകര്യം തരുന്നില്ല. ഇവന് എന്തിനാ അസുഖം? ഇവന് എന്തിനാ അസുഖം? എന്താടാ കോട്ടിട്ട് ഒരാള് നമ്മുടെ വീടിനകത്ത് കയറിയിരിക്കുന്നു. പിന്നെ കോട്ടിട്ട് എന്താ ഐക്യരാഷ്ട്രസഭ നടക്കൂല്ലേ? കോട്ടിട്ട് വരാം. എനിക്ക് വിശ്വാസമില്ല. ചുമ കേട്ടോ. യോ, ഒരു വീടിക്കറിയില്ലാത്ത നല്ല ഒന്നാന്തരം ചുമ. എനിക്ക് പേടിയാവുന്നടാ. 1.5 കൊല്ലമായി നമ്മളിവിടെ കുടിയേറി പാർത്തിട്ട് ഇവിടെ നിന്നാണ് ഇറക്കി വിടാൻ വല്ലവരും വന്ന്. നീ എന്നെ ചെന്നത് നീ പറ. അമ്മ പാവം വന്നു. എനിക്ക് വന്ന പോലെ പറന്നു പോയടാ. ഹലോ, പ്രഭാകര വർമ്മ അദ്ദേഹത്തിന് എന്ത് തോന്നി ഇങ്ങോട്ട് വരാൻ? എന്തോ നീ വിളിച്ചത്? പ്രഭാകര വർമ്മ അദ്ദേഹം കൊള്ളാം. 36 വർഷം മുമ്പുള്ള ഒരു സായ്കുമാറിനെ ഞാൻ ഓർത്തു പോവുകയാണ്. സായം സന്ധ്യ. അതെ, സായം സന്ധ്യ ഞാൻ ഓർത്തു പോവുകയാണ്. അന്നൊരു ത്രിസന്ധി സമയത്ത് എൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഞാനൊരു പെണ്ണിനെ കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ. ആ കിടാവിളക്കിന്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് നീ എന്നെ നോക്കി വിളിച്ചു, പ്രഭേ പ്രഭേ. നിന്റെ ആ പ്രഭാവിളിയിൽ വിളക്ക് കെട്ടു. കിടാവിളക്ക് ഊതിക്കെടുത്തുന്നോടാ മാറിയെന്നും പറഞ്ഞിട്ട് കത്തിച്ചു വെച്ച സാമ്പ്രാണിക്കൂട്ടമെടുത്ത് ഉടുപ്പിടാതെ നിന്ന തിരുമേനി എന്റെ നെഞ്ചത്ത് കുത്തി. സാമ്പ്രാണിയുടെ പാടുമായി വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, നെഞ്ചത്ത് എവിടെ നിന്നാടാ ട്യൂട്ടർ ഫിറ്റ് ചെയ്തേക്കുന്നത്? ആ പ്രഭേ നീ മറന്നു അല്ലേ? മറന്നോ? ഇപ്പൊ കുറ്റമല്ലേ ഈ വിജയമ്മയ്ക്കല്ലേ? നിങ്ങളൊരു പണക്കാരിയെ കണ്ടപ്പോ ഈ പാവപ്പെട്ടവളെ മറന്നില്ലേ? പിന്നെ എന്തോനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അച്ഛനും അമ്മയും കൂടെ കാരണവന്മാരും എല്ലാം കൂടെ നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാതെ കട്ടൻ തിട്ടം നിന്ന് ഞാൻ പിന്നെന്തോ ചെയ്യാനാണ്? നിനക്കറിയാമോ, കാരണവന്മാരെല്ലാം കൂടെ നിന്നെ കൊല്ലാൻ നോക്കിയതാ. കൊല്ലട്ടായിരുന്നു. എടി, ഞാൻ കാരണമാണ് നിന്നെ കൊല്ലായിരുന്നു. ഞാൻ പറഞ്ഞു പേടിപ്പിച്ചു. എന്തുവാ? നീ ചത്തു കഴിഞ്ഞാൽ യക്ഷിയായിട്ട് വന്ന് പഴയ സിനിമയ്ക്കകത്തെ പോലെ എല്ലാരും ചോറ് കുടിക്കും, അതുകൊണ്ട് അവളെ കൊല്ലല്ലെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? നീയാടാ ഭയങ്കര ബുദ്ധി. ഇപ്പൊ നിങ്ങളുടെ കാരണവന്മാർക്ക് എന്റെ ദേഹത്തൊന്ന് തൊടാൻ പറ്റുമോ? എന്താണ്? അവര് പേടിക്കും. കാരണം ആണത്തോള്ള വീര്യവും ശൂര്യവും ഉള്ള ഒരു ആൺകുഞ്ഞിനാ ഞാൻ ജന്മം നൽകിയത്. അവനിവിടെ ഉണ്ട്. അവനാരെയും പേടിയില്ല. അവൻ ചട്ട നിൽക്കും. മോനെ മോനെ, ഇവിടെ വരെ വന്നേടാ. ഞാൻ വന്നത് ആരെയും വെല്ലുവിളിക്കാനൊന്നുമല്ല, പിന്നെ എന്റെ മോളുടെ കല്യാണം ക്ഷണിക്കാൻ വന്നതാണ്. ഓ, മോള് ആ പണക്കാരിയുടെ മോളല്ലയോ? വരണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. എന്താ മോന്റെ പേരെന്താ? നന്ദൂട്ടൻ. ഞണ്ടുകൂട്ടാനോ? നന്ദൂട്ടന്. എന്താ കഴിഞ്ഞിട്ടിരിക്കുക? ഇപ്പൊ പടുകിഞ്ഞ് കഴിഞ്ഞിട്ടിരിക്കുക. ടീച്ചറുടെ കാര്യമല്ല ചോദിച്ചത്. പഠിത്തം, ജോലി, അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോന്നാ ചോദിച്ചത്? ഇല്ല, ജോലിക്ക് ഞാൻ ഇവിടെ മനഃപൂർവ്വം വിടത്തില്ല. എന്താണ്? കണ്ണിന് ചെറിയൊരു അസുഖം എന്റെ കുഞ്ഞിന്. കണ്ണിനോ? ദൂരക്കാഴ്ച കുറവുണ്ടോ? ദൂരക്കാഴ്ച കുഴപ്പമൊന്നുമില്ല. ഞാനാ പുതിയതായിട്ടൊരു ഗ്രഹം കണ്ടുപിടിച്ചത്. ആ, ഇവന് കൃഷ്ണമണി ഇല്ല, അതാ. ഞാൻ മേലോട്ട് നോക്കിയേ അത്. ആണോ?
അല്ല ഇവന്റെ കണ്ണിന് അസുഖം കൊണ്ട് വെച്ചോണ്ടിരിക്കരുത്. ഒരു ഡോക്ടറെ കണ്ട്, കാരണം ചെറിയ പ്രായമല്ല. ഇല്ല ഇതിന് മരുന്നില്ല. അതെന്താ? അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി സ്ഥലത്ത് പോകുന്ന പെണ്ണുങ്ങളെ വായ്നോട്ടം, ആ നോട്ടം. അതുകൊണ്ടാണ് ഞാനായിട്ട് ഇവനെ വിടാത്തതാ. നിനക്ക് എങ്ങ് പോവാ. ആരാമ്മ ഇത്? ആരാന്ന് മനസ്സിലായില്ലയോ? നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, പ്രഭാകര വർമ്മ അദ്ദേഹം. ഏനാ പന്നനട അമ്മയുടെ ബെസ്റ്റി. പറയല്ല, അതൊക്കെ പണ്ട്. ചായ കൊടുക്കണേ അങ്കിളിന്? വേണ്ട 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 വേണ്ട. എന്താ ചായ? വിശപ്പുമില്ല. അത് വിഷുവിനല്ലയോ? എന്തുവാ വിഷുപ്പൂ? വിഷുപ്പൂന്നല്ലേ പറഞ്ഞേ? വിശപ്പില്ലെന്ന് എനിക്ക്. ഓ വേണ്ടടാ വേണ്ടടാ, നിർബന്ധിക്കണ്ട. ഇവരൊക്കെ വലിയ തറവാട്ടുകാരാ. നമ്മുടെ ഈ കുട്ടിലി വന്നു കഴിഞ്ഞ ഇവര് ചായ കുടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ അപമാനം. പണ്ട് എത്ര ദിവസം ഞാൻ നിങ്ങളുടെ വീട്ടിൽ കയറി അടുക്കളയിൽ നിന്ന് പഴങ്ങി കുടിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും ആണല്ലോ. നിർബന്ധിക്കില്ലേ, ഇവിടെ പാലില്ല. പറഞ്ഞു കേറ്റുവാ. വേണ്ട വേണ്ട, നിങ്ങളുടെ അഭിമാനം വിട്ടൊരു കളി വേണ്ട. ചായയും കുടിക്കണ്ട, ഞങ്ങള് പാവങ്ങളാന്നേ. ഇവള് എങ്കില് ഒരു ചായ, വെള്ളം കുറച്ച് മധുരം കൂട്ടി അടിക്കാതെ പറഞ്ഞു എടുത്തു. അങ്കിളിന് പോയി ചായ ഇടും. നീ അല്ലേ പറഞ്ഞേ? അവൻ ചായ ഇടും. ആണോ? ഞങ്ങള് കുറച്ച് പഴയ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതെ, ആക്രി കാര്യങ്ങളാണ്. പഴയ കാര്യങ്ങൾ, ഞങ്ങളുടെ മെമ്മറീസ്. പിന്നെ എങ്ങനെയുണ്ട് നിന്റെ ജീവിതമൊക്കെ? എങ്ങനെ പോകുന്നു? ഇവൻ എന്തിനും ഞാൻ വേണം. ആണോ? എവിടെ പോയാലും ഞാൻ വേണം. സ്നേഹം കൊണ്ടാ. ആണോ? അമ്മോ എവിടോട്ടിരിക്കണേ. പിന്നെ എനിക്കൊരു ഗ്ലാസ് വെള്ളം തന്നിട്ടുണ്ടോ? നീ വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ചായ എനിക്ക് കൊടുക്കുന്നു. ഉണ്ടാക്കി കൊടു. ആ കഞ്ഞിവെള്ളത്തിന് പഞ്ചാര ഇട്ട് കൊടു. കഞ്ഞിവെള്ളത്തിന് അതിച്ച് പഞ്ചാര തേരപ്പൊടി ഇട്ട് കൊടുക്കാൻ പറഞ്ഞാ ഞാന്. നിന്നോട് ഞാൻ പറഞ്ഞോ വന്നപ്പോഴത്തേക്ക് അവനൊക്കെ സൽക്കാരം തുടങ്ങിയേക്കുന്നു. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് പൊക്കണം. ആ പൊക്കോ. വേണ്ട, പോയി പാലും വെച്ചോണ്ട് പോ. അതുകൊണ്ടോ എനിക്ക് ഞാനിവിടെ ഒറ്റയ്ക്കാണേ. എന്തോ? ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണേ. കുഴപ്പമില്ല. സമയം പോകാൻ എന്തെങ്കിലും അവിടെ ക്ലോക്ക് ഉണ്ട്, അത് കുറച്ചേരം നോക്കിക്കൊണ്ടിരിക്കും. അല്ല ഞാനേ പത്രമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വായിച്ചേ സമയം കളയായിരുന്നു. പത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലെങ്ങനെ സ്ഥിരം? ആ പിന്നെ ഞങ്ങള് ഭയങ്കര വായനക്കാരാ കേട്ടോ. പഞ്ചാര മേടിച്ച പത്രം ഇതങ്ങോട്ട് കൊണ്ടുവച്ചു വായിക്കട്ടെ. കൊണ്ടുപോയി ഇപ്പൊ ചായ ഇട്ടോട്ട് വരാം. ആണോ? ഓക്കെ. പിന്നെ ഉച്ചയ്ക്ക് എന്താ പോവും. പോയി മേടിച്ചോണ്ട് വരാ. ഗാന്ധിജി നാളെ ഇലന്തൂരിൽ വരുന്നു. കാണാൻ. അതെ, നാളെ ഗാന്ധിജി ഇലന്തൂര് വരുന്നുണ്ട്. ഞാൻ പോകുന്നുണ്ട്. വരുന്നോ? നാളെയോ? അയ്യോ, 1920 പത്രം. അന്നാ ഇവിടെ അവസാനമായിട്ട് പഞ്ചസാര വാങ്ങിച്ചേ. ഇത് ഞങ്ങളെ പോയി മേടിയറാ. കഴിക്കാനും എന്തെങ്കിലും മേടിച്ചോട്ടോ. കഴിക്കാനോ? നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും മേടിയില്ല. 3 സിപ്പ് വാങ്ങിക്കട്ടെ. കേക്ക് മേടിച്ചോണ്ടോ? പോയി കേക്ക് മേടിയില്ല. കേക്ക് ചായയുടെ കാര്യം എന്തെങ്കിലും ആയോ? ചായ അല്ല, അവൻ എന്തെല്ലാം കാണിക്കുമെന്നറിയാമോ? ബലൂൺ വെച്ച് ഇങ്ങനെയൊക്കെ കാണിക്കും. ആണോ? കുപ്പി വെച്ച് ഇങ്ങനെ കാണിക്കും. വേറെ സ്റ്റെപ്പ് കാണിച്ചടാ. വേറെ കാണിച്ചേ. മിടുക്കലാ നീ, മിടുക്കലാ. ഇവരെ ഇത് പഠിപ്പിക്കണം കേട്ടോ. ഇവരെ പഠിപ്പിക്കണം. ഇതിന് കോഴ്സൊക്കെ ഉണ്ട്. ആന്നില്ലയോ? ഇതെന്താ നിങ്ങൾ കഞ്ഞിയും കറി കളിക്കുവാണോ? അല്ല, ഇത് ഒറിജിനൽ അടുക്കള. ഞങ്ങളിങ്ങനെ അടുക്കളയാണോ? ഇതാണ് അടുക്കള. ഇതൊക്കെ ഒന്ന് വലുതാക്കണമെന്ന്. ഇതിന് വലുതാക്കാൻ പറ്റത്തില്ല, ഉരുക്കി ചെറുതാക്കാനേ പറ്റത്തുള്ളൂ. കുപ്പിയുടെ കാര്യമല്ല, ഈ അടുക്കളയൊക്കെ ഒന്ന് വലുതാക്കണമെന്ന്. അടുക്കള അല്ലേ? അല്ല, നമ്മുടെ വീട്ടിൽ ഞാനേ അടുക്കള ഒന്നും കയറത്തില്ല. അതിന്റെ ആവശ്യമില്ല. വേലക്കാരുണ്ടല്ലോ, പെണ്ണുങ്ങള് കയറി ഉണ്ടാക്കും. ഇരുന്ന് തിന്നേച്ചാ മതി. അതെ അതെ അതെ. ഇതെന്താ സാധനം? ഇതേ ഊതുമ്പോ തീ കത്തുന്നത്. ആണോ? നോക്കട്ടെ. കത്തിയില്ലല്ലോ. അടുപ്പി വെച്ച് ഊതണം, അന്നേരം അടുപ്പി തീ കത്തുന്ന പറഞ്ഞു. അടുപ്പില് ഹായ് ജാക്ക് ഫ്രൂട്ട് സീഡ്. അതെ അതെ ചക്കക്കുരു. അതെ ചക്കക്കുരു. ചുമ്മാ വെച്ച് കിളിപ്പിക്കാനൊക്കെ കിളിപ്പിക്കാൻ വെച്ചേക്കോ. അങ്ങനെ കിളിപ്പിച്ച് പോറടിക്കുമ്പോ ഞങ്ങൾ എടുത്ത് ചിരണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ വെച്ചേക്കുക. എങ്കിലേ ഞാൻ സർപ്രൈസ് തരട്ടെ. എന്താ? ഞാൻ എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കി തരട്ടെ നിങ്ങൾക്ക്? ഓ ഗ്യാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. ഗ്യാസ് ഇല്ല. അത് കഴിക്കുമ്പോ വന്നോളൂ. അതല്ല, ഗ്യാസ് ഒന്നും ഇല്ല. വേണ്ട. അങ്കിള് അഴുക്കാവ് വേണ്ട. അത് സാരമില്ല, എനിക്കറിയാലോ. ഞാൻ ഈ തറവാട്ടിൽ ചെറിയ ചെറിയ എന്റേതായ സമയങ്ങളിലേ കേറി ഒരു കലക്കും, എല്ലാവർക്കും കൊടുക്കും. നിങ്ങൾ അവിടെ പോയി ഞാൻ ഉണ്ടാക്കാം. എന്താ നാണം? എന്തടാ, എന്റെ വീടല്ലേടാ ഇത്. ചെല്ലേ നോക്കട്ടെ. അല്ല, ഞങ്ങൾ സഹായിക്കാം. വേണ്ട, അമ്മയുടെ സഹായിക്കും. അമ്മയുടെ സഹായിക്കുന്നേ വേണ്ട. എന്താ? എന്തിന്? അയ്യോ അയ്യോ, അത് മാറ്റുക. അയ്യോ, അതിനു വേണ്ടി നിന്നാണോ ഇവിടെ? ഇതൊന്ന് പിടിച്ചടാ. പണ്ട് ഞങ്ങളുടെ അമ്മൂമ്മയൊക്കെ ഇത് ചിരണ്ടുന്ന സംഭവം ഞാൻ കണ്ടിട്ടില്ല. അങ്കിൾ അറിയാം ഇതൊക്കെ. പിന്നെ സംഭവം നമുക്കറിയാവുന്നില്ലേ. ഇത് ഞാട്ടെടുത്തട്ടെ. ഇത് ഞാട്ടെ.
അങ്കിളേ എന്ത് ഫോൺ ഉണ്ടോ? ഫോണുണ്ടല്ലോ. എന്റെ ലോക്ക് എന്നിട്ട് തരാമോ? അതിന് ലോക്കില്ല, അതിനകത്ത് ദൈവങ്ങളുടെ പടം മാത്രമേ ഉള്ളൂ. അത് ലോക്കിന്റെ ആവശ്യമില്ല. എന്തൊക്കെ ഏർന്ന് മതി. അയ്യോ, ഇത്ര പെട്ടെന്ന് പോണോ? എന്തുവാടാ ഇത്? ഇത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അടിച്ചു നോക്കിയാൽ കാണാൻ അതിനകത്ത് കൂടെ. എന്തൊക്കെയാലും കാണാവോ? ആ, എന്നാ ആ ഗൂഗിളിനകത്തോട്ടെ നിന്റെ തന്തപ്പടി ഇപ്പൊ അവിടെ എന്തോ കൊടുക്കൊന്ന് നോക്കിക്കേ. അത് കാണാൻ പറ്റത്തില്ല. അച്ഛന് വിക്കിപീഡിയ ഇല്ല. അച്ഛൻ വിക്കിപീഡിയ കളഞ്ഞത്. മുളക് പൊടി എവിടെ ഇരിക്കുന്നേ? മുളക് പൊടി ആ പേപ്പർ പൊതി അവിടെ തന്നെ ഉണ്ടല്ലോ. അതെ, നല്ലപോലെ ചിരണ്ടി കഴുകി വെക്കണേ. ഞാൻ അങ്ങനെ ഇച്ചിരി വൃത്തിയും വെളുപ്പൊക്കെ ഉള്ള കൂട്ടത്തിൽ. അമ്മ ഒരു ഗ്ലാസ് വെള്ളം തരാൻ പറമേ. ഒരു ഗ്ലാസ് വെള്ളം. കുഞ്ഞിന് ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങ് എടുക്കണേ. ചാടി ചാടി നിൽക്കുക കേട്ടോ. ഈ ഗ്ലാസ്സിനെ ആരും കൊണ്ടുപോകും? അത് കൊള്ളാം, കഴുകി വെക്കണം കേട്ടോ. ഇതുണ്ടോ? ഇതുണ്ടോ അമ്മേ? എന്തുവാ? മല്ലിപ്പൊടി എവിടാ? ഇത് ഇത്ര അറിയത്തില്ലയോ അങ്ങോട്ട്? കയ്യെത്തുന്നിടത്തുണ്ടല്ല. ഇനി മല്ലിപ്പൊടി എവിടാ? ചൂടുവെള്ളം വെക്കണേ, എനിക്ക് കുളിക്കാനെ കൊണ്ടും. ചൂടുവെള്ളം വേണോ? ചൂടുവെള്ളം വേണം. കാലൊന്നും മേല. അമ്മച്ചി എന്ത് ഇറക്കാം? നീ മാറിയെന്ന് കളി, എനിക്ക് വയ്യ. എനിക്ക് വെള്ളരിക്ക ഇടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ അതിനകത്ത്? എത്ര നേരമായി അടുക്കള കയറി നിരങ്ങാൻ തുടങ്ങിയിട്ട്? എത്ര നേരമായി? കുഞ്ഞിന് വിശക്കുന്നെന്ന് എന്നെ ദേഷ്യം പിടിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. കുറെ നേരം കൊണ്ട് കുഞ്ഞോടും എന്തുമായി? കഴിക്കാൻ വരാനോ? നിക്ക് ഒരു 2 മിനിറ്റ് കൂടെ. കഷ്ടമാട്ടോ, ഇത് വലിയ കഷ്ടമാണ്. നിങ്ങളെ കൊണ്ട് ഭയങ്കര കഷ്ടമാണ് ഇവിടെ. ഏറ്റവും പോയല്ലോ ഇത് സംഭവം. എന്താ കാണിക്കോ ഇത്? എന്താ കാണിക്കും? ഇങ്ങനെയാണല്ലോ ഉണ്ടാക്കുന്നത്? എന്റെ കഷ്ടത്തിന് ഞാൻ മനുഷ്യൻ വീട്ടിൽ കയറ്റി വെച്ചത്. ഇങ്ങനെയാണോ ഒരു വീട്ടിൽ വന്ന് നശിപ്പ് കാണിക്കുന്നത്? കൊണ്ടുപോയത് ഞാനത് ഉണ്ടാക്കുന്നത്. എന്ത് പൊക്കണം കേട്ടോ. ഇപ്പൊ ഇറക്കണം ഇവിടുന്ന്. ഇപ്പൊ ഇറക്കണം. പാവം ഇല്ലയോ? ജീവിച്ചു പോട്ടെ എന്ന് പറഞ്ഞോണ്ടൊന്ന് വിളിച്ച് കയറ്റിപ്പോഴത്തെ കാണിച്ചു വെച്ചേക്കുന്നുണ്ടോടാ? കാണിച്ചു വെച്ചേക്കുന്നത് വേണ്ട 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 വേണ്ട. എന്തോ നശിപ്പാ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് അറിയാവോ? നമ്മളിനി എന്ത് ചെയ്യും ഇവിടെ ഉച്ചയ്ക്ക്? നമ്മളിനി എന്ത് ചെയ്യും? ആണോരുത്തരാന്ന് പറഞ്ഞാൽ ഞാൻ അടിച്ചില്ല. എന്നെ അറിയാൻ ദേഷ്യം പിടിപ്പിച്ചാൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കഷ്ടമെന്നോ? ഈനാന്ന് ഒരു വീട്ടിൽ വന്ന് കാണിക്കുന്നത്? കരിഞ്ഞു പോയെന്ന് എന്ന് തോർന്നില്ല. ഇന്ന് കരിഞ്ഞ ചക്കുക്കുരു കൂട്ടായി നല്ല സാധനമായിരിക്കാം. ആ വേണ്ട 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 വേണ്ട. എന്തിനാ ദൈവമേ ഈ പുകയ്ക്കകത്തിട്ടല്ലേ? ഇറങ്ങുന്നില്ല. അപ്പോ അതാ നല്ലത്. ചക്കക്കുരു കരിഞ്ഞെങ്കിലും കല്യാണത്തിന് വരാതിരിക്കല്ലേ വിജയമ്മേ? എന്തോ വരുന്നത് കല്യാണത്തിന്? വരത്തില്ലേ? വരത്തില്ല. കല്യാണം കഴിഞ്ഞ മോളങ്ങ് പോവും. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് അവിടെ. ഞങ്ങളുടെ പണക്കാരി പെണ്ണുപിള്ള എന്തിയെ? മൂക്കി വലിച്ചു കയറ്റിയോ? ഇട്ടിട്ട് പോണം. നിങ്ങളുടെ സ്വഭാവത്തിനെ അവളെന്നല്ല എല്ലാരും ഇട്ടിട്ട് പോകും. പിന്നെ നിങ്ങൾ കൂടെ വരുവാന്നേലേ നമുക്ക് ഒരുമിച്ച് അവിടെ താമസിക്കാം. ചെറുക്കനെ എന്തെങ്കിലും പഠിക്കാനൊക്കെ വിടാം. ഒറ്റാട്ടിന് വീട്ടുമുറ്റത്ത് എല്ലാം പൊക്കോണം. നിങ്ങളുടെ ബംഗ്ലാവ് പണമൊന്നും എനിക്ക് വേണ്ട കേട്ടോ. എനിക്ക് ഇതന്നെ മതി. ഇവിടെ കിട്ടുന്ന സന്തോഷവും സമാധാനവും ഒന്നും നിങ്ങളുടെ ബംഗ്ലാവിൽ കിട്ടത്തില്ല. വല്ല പേമാരിയോ ഭൂകമ്പോ വന്ന ഇറങ്ങി നിന്ന് ഇതൊന്ന് തട്ടിക്കളഞ്ഞാൽ മതി. ആ സംരക്ഷണവും നിങ്ങളുടെ അവിടെ കിട്ടത്തില്ല. മര്യാദക്ക് പൊക്കോണം ഇവിടുന്ന്. ഞാൻ പോവാ. അവിടെ നിന്നെ കൊടുക്കടാ. അത് കൊടുക്കടാ. കൂറ കൊടുക്ക. അപ്പൊ എന്റെ കോട്ട് നിനക്ക് വേണ്ടല്ലയോ? ഞങ്ങളുടെ പാവപ്പെട്ടവർക്ക് കോട്ട് വേണ്ട. പിന്നെ പട്ടണി പിടിച്ച് കോട്ടുമായിട്ടോണ്ട് ഇങ്ങനെ നിൽക്കാമോ?